അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നോക്ക് നിങ്ങൾ എത്രത്തോളം ആകും എന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല. കോടതിയിലുള്ള കാര്യമാണ്, കോടതിയുടെ വഴിക്ക് അങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ. നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവണ്ട. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന് വെച്ചാൽ മലയാള മനോരമ അതല്ലേ ആഗ്രഹിക്കുന്നത്, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. നടക്കട്ടെ, നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക്. ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, അത് മനസ്സിലായിക്കോ. നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്ക്. കേസല്ലേ, കോടതിയിലല്ലേ, നടക്കട്ടെ, അതിൻ്റെ ശേഷം കാണാം നമുക്ക്. അത്ര ഗൗരവമായിട്ട് കാണുന്നില്ല. അതിലെന്താ ആശ്ചര്യം? നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ആ സംശയം നിങ്ങൾക്കുണ്ടല്ലേ? ആ, അതിൽ ബിനീഷിൻ്റെ കാര്യത്തിൽ കോടിയേരി ബാലകൃഷ്ണനെ പറ്റി പരാമർശം ഉണ്ടായിരുന്നില്ല. ഇതിൽ എൻ്റെ മകളെന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അതുതന്നെയാണ് പ്രശ്നം. ലക്ഷ്യം എന്താണെന്ന് പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കാര്യങ്ങൾ കോടതിയിലല്ലേ, അതിരിക്കട്ടെ, നമുക്ക് നോക്കാം. അത് മലയാള മനോരമ ഇങ്ങനെ നല്ലോണം എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, നോക്ക് നിങ്ങൾ എത്രത്തോളം ആകും എന്നുള്ളത്. എന്നെ അത് ബാധിക്കുന്ന കാര്യമല്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. അതിൻ്റെ അകത്ത് ഞങ്ങൾ അത്ര വലിയ ഗൗരവമായിട്ട് കാണുന്നില്ല. കോടതിയിലുള്ള കാര്യമാണ്, കോടതിയുടെ വഴിക്ക് അങ്ങ് നീങ്ങിക്കോളും കാര്യങ്ങൾ. നിങ്ങളത് ആലോചിച്ച് വല്ലാതെ ബേജാറാവണ്ട. അതല്ലേ നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളതല്ലേ ആഗ്രഹിക്കുന്നത്. നിങ്ങളെന്ന് വെച്ചാൽ മലയാള മനോരമ അതല്ലേ ആഗ്രഹിക്കുന്നത്, അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. നടക്കട്ടെ, നിങ്ങളെ ആഗ്രഹം എത്രത്തോളം എത്തും നോക്കാം നമുക്ക്. ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് കോടതിയിലുള്ള കാര്യമാണ്, ഞാനിപ്പോൾ ഒരു വിശദീകരണത്തിനും പോകുന്നില്ല. ശുദ്ധ അസംബന്ധമാണ് അത് എന്നൊക്കെയുള്ളത് നേരത്തെ തന്നെ അറിയാലോ എല്ലാവർക്കും. ഏതെങ്കിലും തെളിവുണ്ടോ അത്തരം കാര്യങ്ങൾക്ക്? നിങ്ങളെന്തെങ്കിലും അസംബന്ധം പറയാൻ വേണ്ടി പത്രസമ്മേളനം ഉപയോഗിക്കരുത് കേട്ടോ. ഞാൻ പറഞ്ഞ ഒട്ടേറെ കാര്യങ്ങളുണ്ട്, ഈ നാടിനെ ബാധിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ്. അതിനെപ്പറ്റി യാതൊന്നും നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങൾക്കിപ്പം എൻ്റെ രാജി വരുമെന്നാണ് നോക്കിയിട്ടുണ്ട്. അതിങ്ങനെ മോഹിച്ച് നിൽക്ക്. അത് ആ, കേന്ദ്ര ഏജൻസിയുടെ പറ്റി നല്ല ധാരണയല്ലേ നിങ്ങൾക്കുള്ളത്. ആ ധാരണയും വെച്ച് നടക്കുന്നതാണ് ഞാൻ പറയുന്നത്. അത് കോടതിയിലുണ്ട്, കോടതിയിൽ കാര്യങ്ങൾ നടക്കട്ടെ. ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി കൂടുതൽ പറയാൻ ഞാനില്ല, അവിടെ നിൽക്കട്ടെ. അത് അവർക്ക് അതിനകത്ത് പലരെയും പേര് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പറഞ്ഞ പേരുകളിൽ ചില വ്യക്തതകളുണ്ട്. ആ വ്യക്തതയുള്ളവർ അവരവരുടെ പാർട്ടിയിലെ എതിരാളികളാണ് എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് വകവരുത്താം, ഈ അവസരം ഉപയോഗിച്ച് എന്ന് ഉദ്ദേശിക്കുന്ന പലരുമുണ്ട്. അതിന് ഈ PV എടുക്കുന്നുണ്ടാവും കേട്ടോ. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല, നിങ്ങൾക്കതൊന്നും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യമല്ല. പക്ഷേ നിങ്ങളതൊന്നും മനസ്സിലാക്കിയ ഭാവം നടിക്കില്ല എന്ന് മാത്രം, അതേ ഉള്ളൂ.
ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇങ്ങനെ സംസ്ഥാനത്താകെ വലിയ പ്രചരണം നടത്തുമ്പോൾ അതൊന്നും വിശദീകരിച്ചു പോകുന്നില്ലേ CM എന്നുള്ളത്? കോടതിയിലുള്ള കേസിന്റെ പേർക്ക് ആ രീതിയിൽ പോയിക്കോട്ടെ. കോടതിയിലുള്ള കേസ് കോടതിയിലാണ് നേരിടേണ്ടത്, നിങ്ങളെ മുമ്പിലല്ല വിശദീകരിക്കേണ്ടത്. കോടതി നടക്കട്ടെ കാര്യങ്ങൾ. അങ്ങേ ലക്ഷ്യം വെച്ചുള്ള രാഷ്ട്രീയ നീക്കം എന്ന് വെച്ചാൽ മലയാള മനോരമ അടക്കമല്ലേ നടത്തുന്നത്? അത് ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുമോ? നിങ്ങൾക്ക് ബോധ്യമാവുമെന്ന് ഞാൻ കണക്കാക്കുന്നുണ്ടോ? നിങ്ങളത് തുടരൂല്ലേ? ഞാൻ പറയേണ്ടത് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതിനു മുമ്പ് കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ കറങ്ങിയ സമയത്ത് അത് കേന്ദ്രത്തിന്റെ നീക്കമാണ് എന്ന് അങ്ങടക്കമുള്ളവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അങ്ങ് അതിന് തയ്യാറാവാത്തത് അതൊക്കെ ഞങ്ങൾ പറയേണ്ടത് കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളതിനെക്കുറിച്ച് ആലോചിച്ച് വല്ലാതെ വേവലാതിപ്പെടണ്ട. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ രക്തമാണ്. അത് അത്ര വേഗം കിട്ടുന്നൊരു കാര്യമല്ല, അത് മനസ്സിലായിക്കോ. പക്ഷെ അങ്ങയുടെ മകളുടെ കമ്പനി ഒരു സേവനവും CMRL ചെയ്തിട്ടില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം ഇതിന് സപ്പോർട്ടായിട്ട് നിങ്ങൾക്ക് സാധാരണ സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല എന്നല്ലേ ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. സാമാന്യ ബുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് കേൾക്ക്. അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ സാമാന്യ ബുദ്ധിയെക്കുറിച്ചാണ്. ആ സാമാന്യ ബുദ്ധി എന്താണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത്? ഈ പറയുന്ന കാര്യം കണ്ടെത്തിയത് എവിടുന്നാണ്? എൻ്റെ മകൾ നടത്തുന്ന സ്ഥാപനം നൽകിയ സേവനത്തിന് അവർ നൽകിയ പ്രതിഫലം അത് കള്ളപ്പണമല്ലല്ലോ, അത് റെക്കോർഡ് അനുസരിച്ച് വന്നതല്ലേ. അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ്, അതിന് കൊടുക്കേണ്ട GST ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ? അതെല്ലാം രേഖപ്രകാരമുള്ളതല്ലേ? നിങ്ങളാരെങ്കിലും അത് കാണുന്നുണ്ടോ? നിങ്ങളാരെങ്കിലും എന്നല്ല, നിങ്ങൾ കാണുന്നുണ്ടോ? അത് മറച്ചു വെച്ചുകൊണ്ടല്ലേ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടോ? അത് വെച്ചുകൊണ്ട് നിങ്ങൾ നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നൽകിയ സേവനമാണെന്ന് കമ്പനി പറയുന്നു, നൽകിയ സേവനത്തെപ്പറ്റി മകളുടെ കമ്പനി പറയുന്നു. ആ ഭാഗം മറച്ചു വെക്കില്ലേ? എന്താ അത് മറച്ചു വെക്കുന്നത്? അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കില്ല എന്ന്. ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?